ആദ്യമായി ചികിത്സാലയത്തിലെത്തിക്കാൻ വളരെയധികം പ്രയത്നിച്ച എൻ്റെ സഹോദരിയോടും അതുപോലെ തന്നെ ചികിത്സാ സമയത്ത് എന്നെ വളരെയധികം സഹായിച്ച എൻ്റെ മൂത്ത മകൻ, പിന്നെ ഭാര്യ, പിന്നെ ദൈവത്തോടും. സത്യം കടപ്പാട് ദൈവത്തോടാണ് ആദ്യമായിട്ട്. ഞാനതിൽ അഭിമാനിക്കുന്നൊരു വ്യക്തിയാണ്. കാരണം എനിക്ക് നല്ല സ്പോൺസർമാരെ കിട്ടി. ആദ്യത്തെ 100 മീറ്റിങ്ങുകൾ, AM മീറ്റിങ്ങുകൾ എനിക്ക് ഒരു കൊല്ലം കൊണ്ടേ തേക്കാൻ പറ്റുള്ളൂ. കാരണം അന്ന് കോഴിക്കോട് അത്ര കുറച്ച് ഗ്രൂപ്പുകൾ ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് ഒരു ദിവസം തന്നെ 3 സ്ഥലത്ത് കോഴിക്കോട് മീറ്റിംഗ് ഉണ്ട്. അത് ഞായറാഴ്ചയാണെങ്കിൽ മോർണിംഗ് മീറ്റിംഗ് അടക്കം 3-4 മീറ്റിംഗ് ഞായറാഴ്ചകളെ കാണാം. അപ്പോൾ ആൽക്കഹോളിക്സ് അനോണിമസിൽ എത്തപ്പെട്ട എന്നെ സംബന്ധിച്ച് ഞാൻ മീറ്റിങ്ങുകൾ വളരെ സജീവമായിരുന്നു ആദ്യത്തെ 5 വർഷം. അതിനുവേണ്ടി എന്തും ത്യാഗവും ചെയ്യാൻ ഞാൻ സന്നദ്ധനുമായിരുന്നു. കാരണം നേരത്തെ ജോസഫ് മാഷ് അദ്ദേഹത്തിൻ്റെ ഷെയറിങ്ങിൽ പറഞ്ഞ പോലെ കേട്ടുപഠിക്കുക എനിക്കത് വളരെ ഇഷ്ടമുള്ളൊരു കാര്യമായിരുന്നു. ഞാൻ എൻ്റെ മകനോടന്ന് സൗദി അറേബ്യയിലേക്ക് വിളിച്ചു പറഞ്ഞിട്ട് ഒരു ചെറിയ ടേപ്പ് റെക്കോർഡർ വരുത്തി നല്ല ഷെയറിങ്ങുകൾ അന്ന് ഗ്രൂപ്പിൽ കേൾക്കുന്നതൊക്കെ ഞാൻ ടേപ്പ് ചെയ്ത് കൊടുക്കും. അതുപോലെ ചികിത്സാലയത്തിലെ ക്ലാസ്സുകൾ, അത് കോഴിക്കോട് സുരക്ഷ മാത്രമൊന്നുമല്ല, മാനന്തവാടി അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോയി അവിടെയുള്ള ചികിത്സാലയങ്ങളിലെ നല്ല ക്ലാസ്സുകളൊക്കെ ആൽക്കഹോളിസത്തെ പറ്റിയിട്ടുള്ളത് കേട്ട് അത് വീണ്ടും കേട്ട് അങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഒരു പക്വത അല്ലെങ്കിൽ എത്തിയതിൻ്റെ ഒരു സുഖമൊക്കെ അനുഭവിക്കാൻ തുടങ്ങിയത് ഒരു 3 കൊല്ലത്തിന് ശേഷം തന്നെയാണ്. കാരണം വലിയ ബാധ്യതകളൊന്നും ഉണ്ടായിരുന്നില്ല. സാമ്പത്തിക ബാധ്യതകൾ ഉണ്ടായിരുന്നത് എനിക്കുണ്ടായിരുന്ന എൻ്റെ ട്രാവൽ ഏജൻസി, എൻ്റെ പാർട്ട്ണർ മറ്റൊരാളുണ്ടായിരുന്നു. അത് കൊടുത്ത് ഏകദേശം 95-ൽ 3 ലക്ഷം രൂപ കിട്ടി. 1.5 ലക്ഷം രൂപ അദ്ദേഹവും 1.5 ലക്ഷം രൂപ ഞാനും എനിക്കും കിട്ടി. അതുകൊണ്ട് ഞാൻ ഫെലോഷിപ്പിൽ എത്തിയ ഉടനെ തന്നെ ഈ കാര്യങ്ങളൊക്കെ നടന്നതുകൊണ്ട് ഞാൻ ഒരു ലിസ്റ്റ് തയ്യാറാക്കി. ഞാൻ എൻ്റെ അനുജനോട് പറഞ്ഞു കടങ്ങളൊക്കെ വീട്ടുക, എന്നിട്ട് എന്നെ സ്വസ്ഥനായിട്ട് ജീവിക്കാൻ അനുവദിക്കുക. അതെന്നെ സംബന്ധിച്ചൊരു വലിയ റിലീഫാണ്. കാരണം ആദ്യകാലത്ത് ഒരു കൊല്ലക്കാലത്തോളം എന്നെ വീട്ടിൽ നിന്ന് പുറത്തു പോകുന്നുണ്ടോ അല്ലെങ്കിൽ വീട്ടിലേക്ക് ഈ പറയുന്ന മാതിരി എൻ്റെ പഴയ ഫ്രണ്ട്സ്, കാരണം ഞാൻ ഔദ്യോഗിക തലത്തിൽ എല്ലാവരെയായിട്ടും വലിയ ബന്ധമായിരുന്നു. പോലീസിലാണെങ്കിലും കസ്റ്റംസിലാണെങ്കിലും ജയിൽ ഡിപ്പാർട്ട്മെൻറ്റിലാണെങ്കിലും ജഡ്ജിമാരുടെ കൂട്ടായ്മയിലാണെങ്കിലും അതിനൊക്കെ കാരണങ്ങളുണ്ട്. പോലീസിൽ അന്നത്തെ ഐജിമാരായിരുന്ന 2 പേരോട് നല്ല ബന്ധമുണ്ടായിരുന്നു. ജുഡീഷ്യറി പിന്നെ എൻ്റെ ഫാദർ ഒരു ജുഡീഷ്യൽ ഓഫീസറായിരുന്നതുകൊണ്ട് എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ അനിയത്തിയുടെ ഭർത്താവും അച്ഛൻ ജില്ലാ ജഡ്ജിയായിരുന്നെങ്കിൽ അദ്ദേഹം ഹൈക്കോടതി ജഡ്ജിയായിരുന്നു. അപ്പോൾ അവരുടെ ഒരു കൂട്ടായ്മ. പിന്നെ ജയിലിലെന്ന് പറഞ്ഞാൽ എൻ്റെ ബ്രദറിലെ എൻ്റെ സിസ്റ്ററുടെ ഹസ്ബൻഡിൻ്റെ ഭർത്താവിൻ്റെ അനുജൻ, അദ്ദേഹം കണ്ണൂർ ജയിൽ സൂപ്രണ്ടായിട്ട് റിട്ടയർ ചെയ്തത്. അദ്ദേഹം കോഴിക്കോട് ജയിലറായിരിക്കുന്ന കാലത്തൊക്കെയാണ് എൻ്റെ മദ്യപാനത്തിൻ്റെ കൊടിയ. അപ്പോൾ എപ്പോൾ നോക്കിയാലും ഈ അവിടുത്തെ അന്ന് കോഴിക്കോട് ജയിൽ സൂപ്രണ്ടിൻ്റെ വീട്ടിനകത്തൊരു മനുഷ്യട്ടും കൂടി താമസമുണ്ട്. രാത്രി സമയത്ത് മദ്യവുമായിട്ട് അവിടെ ചെല്ലുക, എന്നിട്ട് ഈ പറയുന്നത് പോലെ കപ്പയും അതും ഇതൊക്കെ ഉണ്ടാക്കി വേവിച്ച് തിന്ന് ഒരു തുടക്കം കുറിച്ച് പിന്നെ രാത്രി 12 മണി വരെ ഏതെങ്കിലും ബാറിലൊക്കെ കയറിയിരുന്ന് കുടിച്ച് ഒരു അബോധാവസ്ഥയിൽ വരിക. എൻ്റെ കുടി എന്ന് പറഞ്ഞാൽ അതൊരു വല്ലാത്ത കുടി തന്നെയായിരുന്നു. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഞാനൊരു 4 വർഷം എത്തിയപ്പോഴേക്ക് തന്നെ കുറച്ച് തടിച്ച ശരീരം, കുറച്ച് ഭാരമൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ എനിക്കൊരു 6 പെഗ്ഗൊന്നും ചെന്നാലൊന്നും എനിക്ക് അനക്കം കിട്ടില്ല. പിന്നെ അത് ഇങ്ങനെ 2 വിട്ട് 2 കഴിഞ്ഞ് 6 കഴിഞ്ഞൊരു 8-10 എത്തുമ്പോഴേക്കും ഇതെല്ലാം കൂടെ അങ്ങ് തലക്ക് കയറും. പക്ഷെ ഞാൻ അവസാനം മദ്യപാനം ചികിത്സയ്ക്ക് പോവുകയും എത്തുമ്പോൾ ഞാൻ ഉച്ചയ്ക്ക് 12 മണി മുതൽ രാത്രി ഒരു 11 മണിയുടെ ഉള്ളിൽ 23-24 പെഗ്ഗ് മദ്യം കഴിച്ചിരുന്നു.
അപ്പോൾ അത്രയും മോശമായിരുന്ന എൻ്റെ അവസ്ഥയിൽ നിന്ന് ഇന്ന് എല്ലാം സർവശക്തൻ ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ കൂട്ടായ്മ എനിക്ക് നൽകിയിട്ടുണ്ട്. 3 ആൺമക്കൾ വിദേശത്താണ്. അവർക്കൊക്കെ അവരുടേതായ അധ്വാനം കൊണ്ട് സ്വന്തം വീടുകളായി. ഞാനും ഭാര്യയും ഞങ്ങളുടെ തറവാട്ട് വീട് താമസിക്കുന്നു. എല്ലാം കൊണ്ടും സാമ്പത്തികമായിട്ടുള്ള വളർച്ച മാത്രമല്ല, ആത്മീയമായും എൻ്റെ മക്കളൊക്കെ വളരെ, എൻ്റെ ചെറിയ മകനൊക്കെ ആത്മീയത എന്ന് പറഞ്ഞാൽ ഞങ്ങളുടേതായിട്ട് തന്നെ ഒരുപാട് ഗ്രൂപ്പുകളൊക്കെ ഉണ്ട്. പക്ഷേ ഒരു ഗ്രൂപ്പിലും പെടാതെ അവൻ ശരിക്കും ഒരു ആത്മീയ ഉൾക്കൊണ്ട ഒരു കുട്ടിയാണ് എൻ്റെ 3ാമത്തെ മകൻ. അവനിപ്പോൾ 1974 അവൻ്റെ ജന്മം. മൂത്ത മകൻ ഞാൻ വളരെ ചെറുപ്പത്തിൽ വിവാഹം കഴിച്ച ആളാണ്. 19 വയസ്സും 8 മാസമായപ്പോൾ ഞാൻ വിവാഹം കഴിച്ചിട്ടുണ്ട്. എൻ്റെ ഭാര്യയ്ക്ക് അന്നൊരു 15 വയസ്സ്, 14.5 വയസ്സായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് 40 വയസ്സായപ്പോഴേക്കും എനിക്ക് 19 വയസ്സായ മകൻ. അതുപോലെ ആദ്യത്തെ ശരിക്കും പറഞ്ഞാൽ ഒരു 4 വർഷം കൊണ്ട് തന്നെ ഈ 3 മക്കളും അന്നുണ്ടായി. കാരണം കുട്ടിത്തം വളരാത്ത ഒരു കാലമായിരുന്നല്ലോ അത്. പിന്നെ നീണ്ട 11 വർഷത്തിന് ശേഷമാണ് എനിക്ക് എൻ്റെ മകളെ കിട്ടുന്നത്. അത് വലിയ പ്രാർത്ഥനയുടെയും ഒക്കെ ഫലമായിട്ടാണ്. പക്ഷേ മോള് ജനിച്ചതിന് ശേഷമാണ് ഞാൻ ഈ പറയുന്ന പോലെ വല്ലാത്തൊരവസ്ഥയിലെത്തുന്നത്. പക്ഷേ മോൾക്ക് 10 വയസ്സായപ്പോഴേക്കും ഞാൻ ഫെലോഷിപ്പിലെത്തി, സുബോധവാനായി. എന്നാലും അതിൻ്റെ ചെറിയ പരിക്കുകളൊക്കെ ആ 10 വയസ്സിനുള്ളിൽ തന്നെ അവൾ ഏറ്റുവാങ്ങിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ എൻ്റെ മദ്യപാനം കൊണ്ട് ബുദ്ധിമുട്ടിയിട്ടുള്ളതും വൂണ്ട് ചെയ്തിട്ടുള്ളതും എൻ്റെ ചെറിയ മകനെയാണ്. മറ്റു 2 മക്കളും ഞാൻ ഒരു ഉപദ്രവകാരിയായ മദ്യപാനിയാകുന്നതിന് മുമ്പ് തന്നെ അവർ സൗദി അറേബ്യയിലേക്ക് പോയി. അതായത് 90 കാലഘട്ടത്തിൽ ഒരു ഇലക്ട്രോണിക്സ് ഡിപ്ലോമ ഒക്കെ എടുത്ത് അവർ പോയി. എന്തൊക്കെയാണെങ്കിലും ആരോടൊക്കെയാണ് നന്ദി പറയേണ്ടതെന്ന് എനിക്ക് തന്നെ അറിയില്ല. എല്ലാ സുഹൃത്തുക്കൾക്കും സുബോധത്തിൻ്റെ നല്ല നാളുകൾ പ്രദാനം ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തട്ടെ.